ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പപ്പി മോളെ എല്ലാം വന്ന് എന്നോട് പറയുമായിരുന്നു. സത്യ കാണാനായിട്ട് സത്യമ്മ സ്കൂളിൽ പോയിട്ടില്ലേ, വളയും മാലയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലേ. ആ വിവരം അറിഞ്ഞ് എന്റെ പപ്പിമോള് സത്യമ്മയോട് മാലയുടെയും വളയുടെയും കാര്യം പറഞ്ഞപ്പോ നിനക്ക് നിന്റെ അച്ഛനും അമ്മ വാങ്ങി തരുമെന്നല്ലേ സത്യമ്മ പറഞ്ഞത്. കുഞ്ഞു മനസ്സിൽ കള്ള ഇല്ലാത്തോണ്ടാ പപ്പിമോൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ഞാൻ ഇന്ന് വരെ ഈ കാര്യം സത്യമ്മയോട് ചോദിച്ചിട്ടില്ലല്ലോ. കാരണം അതിന്റെ ആവശ്യം എനിക്കില്ല. പിന്നെ ഇവിടെ വെച്ച് എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തപ്പോ എന്റെ മോള് പപ്പി ഓടി വന്ന് സത്യമ്മയുടെ മടിയിലിരുന്നത് ഓർക്കുന്നുണ്ടോ? എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്റെ പപ്പിയെ മടിയിന്ന് മാറ്റി സത്യം പിടിച്ചിരുത്തിയതൊന്നും ഞാൻ മറക്കില്ല സത്യമ്മ. എന്റെ ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോയാലും ഞാൻ മറക്കില്ല. കാരണം എന്നെങ്കിലും ഒരിക്കലും ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്കൊരു അവസരം ഉണ്ടാവും, അത് ഉറപ്പാ. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിപ്പോ നടക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളിൽ വെച്ചോണ്ടായിരുന്നോ നീ ഈ സംസാരിക്കുകയും സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്നത്? ഇങ്ങനെ പോയ എന്തുറപ്പില്ല നീ വെച്ച് വിളമ്പി തരുന്ന ആഹാരമൊക്കെ ഞങ്ങൾ കഴിക്കുന്നത്. വല്ല വിഷവും വെച്ച് തരില്ലെന്ന് ആര് കണ്ടു? സത്യമേ, ഉള്ളിൽ ഇത്രയും വിഷം വെച്ചോണ്ട് നടക്കുന്നവർക്ക് അതിനും പറ്റും. എടാ രോഹിത്തെ, ഇവളെ ഈ കാണുന്ന പോലെയൊന്നും അല്ല. ഇവളെ വെച്ച് നോക്കുമ്പോ ആ ശാലിനി എത്ര പാവാ. പക്ഷെ ഇവള് നിനക്ക് ഉപകാരമൊന്നും ഇല്ലെങ്കിലും വഴക്കുണ്ടാക്കുന്ന കാര്യത്തിലും ഏഷണി പറയുന്ന കാര്യത്തിലും നിനക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഇവള് ഓർത്തു വെച്ച് പറയുന്നത് എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയണോ? സത്യമേ, കാര്യം ശരിയാ. വാ പോയ കോടാലിയാ. എന്തെങ്കിലുമൊക്കെ വാ പൂട്ടാതെ പറഞ്ഞോണ്ടേയിരിക്കും. എന്നാലും ചില കാര്യങ്ങൾ അവള് പറയുന്നതും ശരിയല്ലേ? ഓ അത് ശരി. നിന്നെ എടുത്തു വളർത്തി ഇത്രയൊക്കെ ആക്കിയപ്പോ നിനക്ക് നിന്റെ ഭാര്യ പറയുന്നതാണ് ശരിയല്ലേ? ഈ സത്യമ്മ പറയുന്നൊക്കെ തെറ്റാണല്ലേ? അല്ല സത്യമേ, ഞാൻ മനസ്സിലായടാ, മനസ്സിലായി. കാര്യങ്ങളുടെ റൂട്ടൊക്കെ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അച്ചിയുടെ വാക്കും കേട്ട് അച്ഛനെയും അമ്മയും തല്ലാൻ വരുന്ന മക്കൾക്ക് ഈ യുഗത്തിലെന്നല്ല ഓരോ യുഗത്തിലും ഗതി പിടിക്കില്ല. എന്തൊക്കെയാ നീ ചെയ്തത്? രക്ഷപ്പെട്ടില്ലല്ലോ. എന്താ കാരണം? ഇത് തന്നെയാ കാരണം. രോഹിത്തെ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ആയില്ലേ? എല്ലാം എഴുതി കൊടുത്തപ്പോ ഓർക്കണമായിരുന്നു. ആരുടെ ഒട്ടകം? ഞങ്ങളാണോ ഒട്ടകം? ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്കല്ലാതെ ആർക്കാണ് എഴുതി തരേണ്ടത്? ഇപ്പൊ ഇവിടെ ഒട്ടകം നിങ്ങളാ. ഇറങ്ങിക്കോണം രണ്ടു ഇവിടുന്ന്. ഇത് എന്റെ വീടാ, എന്റെ ഭർത്താവ് വെച്ച വീട്. ഇവിടെ എന്നെ ചീത്ത പറയുന്നവരാരും നിക്കണ്ട. ആട്ടി ഇറക്കണ്ട, ഞങ്ങൾ ഇറങ്ങിക്കോളാം. കൈവിട്ടു പോയത് തിരിച്ചു നേടുന്നതിന്റെ അഹങ്കാരം കൊണ്ട് പറയുന്നൊന്നുമല്ല. ഒരു ദ്രോഹവും ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എല്ലാം വന്നു ചേർന്നതാ. ഉപേന്ദ്രൻ വന്നതും ബിസിനസ് ചെയ്തതും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി കൂട്ടു ബിസിനസ്സിൽ പങ്കുകൊള്ളേണ്ടി വന്നതും എല്ലാം സത്യാമ്മയുടെ നിർദ്ദേശത്തോടെ തന്നെയായിരുന്നു. പിന്നെ എനിക്കൊരു തെറ്റുപറ്റി. അതിന് പ്രായശ്ചിത്തമായിട്ട് അത് ഞാൻ എഴുതി തരികയും ചെയ്തു. എന്തായാലും മറ്റൊരു കൂര ഒപ്പിക്കുന്നതുവരെ, ഒരാശ്രയം കാണുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. അതുവരെ ഒന്ന് ക്ഷമിക്കുക, സഹിക്കുക. അത്രേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. ക്ഷമേ, വന്നേ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? രോഹിത്തെ,